ഹല്ലേലൂയ. കർത്താവിൽ നിന്നൊരു വാഗ്ദത്തം പ്രാപിച്ച ഒരു വ്യക്തിയാണോ നിങ്ങൾ? കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും വ്യക്തിഗതമായി സംസാരിക്കുകയോ കർത്താവിൽ നിന്നൊരു വാഗ്ദത്തം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തൻ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായ കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും, പൗലോസ് കർത്താവിൽ നിന്നൊരു ഉറപ്പ് പ്രാപിച്ച ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. പൗലോസിന് കർത്താവ് രാത്രി ദർശനത്തിൽ ഇപ്രകാരം പറയുന്നു, ആമേൻ, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഈ ഒരു വാഗ്ദത്തത്തോടുകൂടിയാണ് പൗലോസ് തന്റെ ഉറക്കം ഉണരുന്നത്. എന്നാൽ അതിനുശേഷം അനേകമായിട്ടുള്ള പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ നേരിട്ടു. ഹല്ലേലൂയ. കേട്ട വാഗ്ദത്തങ്ങൾ നടക്കത്തില്ല എന്ന രീതിയിൽ തന്റെ ജീവിതത്തിന്, തന്റെ പ്രാണന് പോലും ഹാനി വരുന്ന ജീവിതാനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നപ്പോഴും ഹല്ലേലൂയ, പൗലോസ് ഉറച്ചു നിന്നു. പൗലോസ് ഉറപ്പോടുകൂടി തന്റെ ജീവിതത്തിൽ ഉറച്ചു നിന്ന സമയത്ത് ആ വാക്ക് പറഞ്ഞ ദൈവം പൗലോസിനെ റോമയിൽ എത്തിക്കുക തന്നെ ചെയ്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നെ കാണുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് ഒരു വാഗ്ദത്തം പ്രാപിച്ച വ്യക്തിയാണോ? നിശ്ചയമായിട്ടും അതിനെതിരെ ആ വാഗ്ദത്തം പ്രാപിക്കുന്ന സമയം വരെയും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും കടന്നു വരും. ഈ വാഗ്ദത്തം ഇനി നടക്കുമോ? ആമേൻ. ഈ വാഗ്ദത്തം ഇനി എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എന്ന് വിചാരിച്ച് ക്ഷീണിച്ച് തളർന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ മടുത്തിരിക്കുന്ന സമയത്തും ആമേൻ, വാക്ക് പറഞ്ഞ കർത്താവ് മാറാത്തവൻ. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായ കർത്താവ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ എല്ലാം കടന്നു വരുമ്പോഴും നമ്മൾ കേട്ട വാഗ്ദത്തത്തെ നമ്മൾ തന്നെ സംശയിക്കുമ്പോഴും കർത്താവ് പറയുന്നു, വാക്ക് പറഞ്ഞ ദൈവമാണെങ്കിൽ അവനത് നിശ്ചയമായിട്ടും നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പൗലോസ് തന്റെ ജീവിതത്തിൽ അനേകമായിട്ടുള്ള പ്രതിസന്ധികളെ നേരിട്ടു. അവനെതിരെ വ്യക്തികൾ കടന്നു വന്നു, അവനെതിരെ ആലോചനകൾ കടന്നു വന്നു, അവനെതിരെ കൂടെ നിന്നവർ പോലും അവനെ സംശയിച്ച് അവനെതിരെ വാക്കുകൾ പറഞ്ഞപ്പോഴും ഹല്ലേലൂയ, അവൻ ഉറപ്പോടൊരു കാര്യം, അവനൊരു ബോധ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ രാത്രി സ്വപ്നത്തിൽ എന്നോട് സംസാരിച്ച ആ ദൈവം, എന്നോട് സംസാരിച്ച ആ കർത്താവ് നിശ്ചയമായിട്ടും എന്നെ റോമയിൽ എത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. അതിന് 27-ാം അധ്യായം കഴിഞ്ഞ് 28-ലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, കർത്താവ് അവനെ ആ റോമയിൽ എത്തിക്കുക തന്നെ ചെയ്തു. ഹല്ലേലൂയ. എന്നെ കാണുന്ന ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവരാണോ? ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ സംശയിച്ച് നിൽക്കുകയാണോ? ഉറപ്പായിട്ടും ഒരു കാര്യം പറയട്ടെ, പൗലോസിന് ജീവിതത്തിൽ അവൻ നേരിട്ട പ്രതികൂലങ്ങളെ പോലെ ആരും അവൻ പ്രതികൂലം നേരിട്ടിട്ടില്ല. അവൻ നേരിട്ട പ്രതിസന്ധികളെ പോലെ ആരും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടിട്ടില്ല. എങ്കിലും ഉറപ്പോടെ നിന്ന് ആമേൻ, തന്റെ പ്രാണന് പോലും ഹാനി വരും, തന്റെ പ്രാണന് പോലും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു പോകും, എല്ലാം മതിയാക്കി, ഇതെല്ലാം അവൻ നഷ്ടപ്പെട്ടു, ഇനിയൊരു വാഗ്ദത്തം നടക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഹല്ലേലൂയ, വാക്ക് പറഞ്ഞ ദൈവം മാറാത്ത ദൈവം, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനായ ദൈവം. ആമേൻ. ആ വാഗ്ദത്തത്തെ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച്, കർത്താവേ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തത്തെ എനിക്ക് ലഭിച്ചു കർത്താവേ, ഞാൻ അത് മുമ്പോട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല കർത്താവേ, എങ്കിലും ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പൗലോസിനെ റോമയിൽ എത്തിച്ച ദൈവം ഹല്ലേലൂയ, ആമേൻ, പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രതികൂലത്തിന്റെ മധ്യത്തിലും പ്രയാസത്തിന്റെ മധ്യത്തിലും എല്ലാം ആമേൻ, കഷ്ടത, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോഴും വാക്ക് പറഞ്ഞ ദൈവത്തിൽ അവൻ ഉറച്ചു നിന്ന് അവൻ മറ്റുള്ളവരെ കൂടെ ധൈര്യപ്പെടുത്തുന്ന രീതിയിൽ നിന്നതുപോലെ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾക്ക് മേലെ ഏൽപ്പിച്ച വാഗ്ദത്തങ്ങളെ, ഞങ്ങൾക്ക് ലഭിച്ച ആമേൻ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ, അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഞങ്ങൾ ഈ സമയം മുറുകെ പിടിക്കുന്നു. എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും ആമേൻ, ഞങ്ങളത് കാണും, ഞങ്ങളുടെ കണ്ണാലെ ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ കാണും, ഞങ്ങളുടെ കയ്യിൽ അത് ഞങ്ങൾ പ്രാപിക്കും, ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.